നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ സ്റ്റാർ റെഡിയാണോ? അത്രേ വേണ്ടു. സൂപ്പർ ഓർക്കസ്ട്ര ജഡ്ജസ് റെഡി. എല്ലാവർക്കും എന്താ സന്തോഷം. പക്ഷെ ഇന്ന് എലിമിനേഷൻ എപ്പിസോഡാണ്. അയ്യോ എനിക്ക് വയ്യ. ഇന്ന് ആരൊക്കെ പോവും, എത്ര പേര് പോവും എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം. കാരണം വേറെ വഴിയില്ല അല്ലേ ശരത് സാർ? കാരണം പ്രീ ക്വാർട്ടർ കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ ക്വാർട്ടർ ഫിനാലേക്ക് കയറാൻ പോവാണ്. അപ്പോ ഇന്നാണ് ആ ഒരു ദിവസം, ക്വാർട്ടർ ഫൈനൽ. ഇന്നാണ് ആ ഒരു സുദിനം. അതെ, ഇന്നാണ് ആ ഒരു സുദിനം. പാറു, അത് മാത്രല്ല ഈ കുട്ടികളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ ഇനി ഫിനാലെ ചറവറാന്നങ്ങ് പോയി ദിവസങ്ങൾ പോകുന്ന, ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. നമ്മളിപ്പോ ഇത്രയും ദിവസം പോയെന്ന് ഞെട്ടല്ല, എൻ്റെ അമ്മ ഇത്രയും പോയെന്ന്. അപ്പൊ ഈ പെട്ടെന്നങ്ങ് വരും ഫിനാലെ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് മക്കളെ, നിങ്ങൾ എല്ലാവരും നല്ല പാട്ടുകാരാണ്, ഉഴപ്പാതെ വളരെ സിൻസിയറായിട്ട് നമ്മൾ പഠിക്കുന്നത്, വളരെ സിൻസിയറായിട്ട് പഠിച്ച് ഇവിടെ നല്ല ദൈവാധീനത്തോടെ വന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് നിങ്ങളുടെ കഠിനാധ്വാനമേ അതിന് നിങ്ങൾക്ക് എന്താ പറയേണ്ട തുണയുണ്ടാവത്തുള്ളൂ. താൻ പാതി ദൈവം പാതി എന്നാണ്. ദൈവം പാതി നോക്കണം, പക്ഷേ നിങ്ങൾ പാതി നോക്കണം. ആ സമയത്ത് ഉഴപ്പി തലയും ചൊറിഞ്ഞ് നടന്നാലും ഇവിടെ ഒരു പാടാൻ പറ്റത്തില്ല. നമ്മളുള്ള കമൻ്റ് എല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു ഇത് വരുത്തരുത്. ഇനി അങ്ങോട്ട് പോകുന്തോറും നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈതട്ടുക എന്നുള്ള ഒരു ലെവലിലേക്ക് എല്ലാ പാട്ടുകാരും വരണം. ഞങ്ങൾക്ക് ഇനി അടുത്ത എലിമിനേഷൻ വളരെ കഠിനമായിരിക്കണം ഞങ്ങൾക്ക്, ഈ ജഡ്ജിങ് പാനലിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അത്രേ ഉള്ളൂ പാറു. ഓക്കെ സർ, താങ്ക് യു. എന്തായാലും ആ ഒരു പ്രോസസ്സിന് മുന്നേ നമുക്കൊരു പെർഫോമൻസ് കൂടെ ബാക്കിയുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ, ആ ഒരു ലാസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, അപ്പൊ നമുക്കത് കാണാം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, ചക്രവർത്തി കുമാരാ. സർഗ, എന്തോ എന്ത് തോന്നി ചേച്ചി? എന്താ സ്വകാര്യം? മൊയ്തീന്റെ കാഞ്ചനമാലിനെ പോലെ ഇല്ലേ? അയ്യോ കറക്റ്റ് അല്ലേ? ആ ഡ്രസ്സും. പക്ഷെ ആ സിനിമയിലെ പാട്ട് ഇവിടെ പാടിയിട്ടുണ്ട്. പക്ഷെ അത് വേറൊരു വൈറ്റ് സാരിയെ കൊടുത്തിട്ട്. സാരിയല്ല, പട്ടുപാവാടയായിരുന്നു. അന്നും പട്ടുപാവാടയായിരുന്നു. പക്ഷെ ഇപ്പോഴും കാണുമ്പോ നമുക്ക് അന്നും പട്ടുപാവാട, ഇത് പട്ടാണോ? പാവാടയായിരുന്നില്ല, അന്ന് പട്ടുപാവാടയായിരുന്നു. നിങ്ങൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് പുറത്തു വരും. എന്നാ പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ശരത് സർ, മക്കളെ ചക്കരെ എന്തോ? അയ്യോ, ചക്കര പന്തൽ എന്നാ തുടങ്ങുന്നതല്ലേ? സോറി, കോയിൻസിഡൻസ്. മക്കളെ ഇതൊക്കെ പറഞ്ഞ ആരൊക്കെയാണ് ഇതിന്റെ? നാടകം കതിർ കാണാ കിളി, ഇതിന്റെ മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ഇതിന്റെ ലിറിക്സ് വയലാർ സാർ, പിന്നെ ഇത് പാടിയേക്കുന്നത് AP കോമളമ്മ. നമുക്ക് പാട്ടിലേക്ക് വരാം. എനിക്ക് മോള് പാടുമ്പോൾ ഇന്ന് പാടിയത് കേട്ടിട്ട് ഒരു സ്വാതന്ത്ര്യക്കുറവ് തോന്നി. പ്രത്യേകിച്ച് അനുപല്ലവി ചരണമൊക്കെ പാടുമ്പോൾ മോൾക്ക് എന്തോ കിട്ടുമോ, ഇനി മുകളിൽ പാടുമ്പോൾ കിട്ടുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഇങ്ങനെ മോള് അത് ഉടനീളം ഉണ്ടായിരുന്നു ആ പാട്ടിൻ്റെ പുറയിൽ. എനിക്ക് കാണുമ്പോൾ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്കറിയാം എന്തിനാണത്. ആ മുകളിൽ പാടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ മുമ്പ് പാടുമ്പോൾ? ഇല്ല. തൊണ്ട പൊട്ടിപ്പോവുകയോ? പിന്നെ എന്തിനാ എന്തോ ഒരു പേടി കിടപ്പുണ്ടായിരുന്നു. നീ ആ മുകളിൽ പാടുന്ന പോർഷൻസിലെല്ലാം ഒരു കോൺഫിഡൻസ് ഇല്ല. നിന്മനോ രാജ്യത്തെ രാജകുമാരി, അതൊക്കെ കുറച്ചും കൂടെ നല്ല രാജകുമാരി ആക്കാൻ പറ്റുമോ പാടി? നിന്മനോ രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. മോളെ, എന്താണ് ഇതിൻ്റെ ഒരു ഫീൽ?
എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ഈ കേൾവിക്കാരന് കിട്ടേണ്ടത് എന്താണ്? സന്തോഷമാണോ സങ്കടമാണോ അത് പറഞ്ഞാൽ മതി. സന്തോഷാണ്. സന്തോഷാണെങ്കിൽ ആ സന്തോഷം വേണ്ടേ? പാടുമ്പോൾ അത് വേണ്ടേ? ആ അത് ഇല്ലല്ലോ. രാജകുമാരിയായെന്നൊക്കെ പറയുമ്പോഴും മക്കള് പട്ടിണി കിടക്കുക. ഒരു സന്തോഷം വേണ്ടടാ, ഒന്ന് പാടിക്കേ. നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി. അതെപ്പോഴും അവിടെ മോക്കൊരു ചളക്കം വരുന്നത് എന്താണ്? രാജകുമാരിയായെന്ന് വരുമ്പോ എന്താണ് പ്രോബ്ലം? നമുക്ക് രാജകുമാരി ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ? എന്നാ പാട് കൃത്യമായിട്ട്. നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ഓക്കെ മോളെ. പിന്നെ ഈ ഞാൻ പറഞ്ഞ ഈ ദാഹിച്ച് മോഹിച്ചൊക്കെ നിൽക്കുമ്പോഴും അതിനൊരു എന്തോ ഒരു ഐറ്റം മോക്ക ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നു പാടുമ്പോൾ. അങ്ങനെ നമുക്ക് ഒരു കേൾവിക്കാരൻ അങ്ങനെ ഫീൽ ചെയ്താൽ അത് പ്രശ്നമാണ് മോളെ. അതൊന്ന് പാടാമോ? ഇനി ഇപ്പൊ നമ്മള് മത്സരം കഴിഞ്ഞു, ഇനി ചുമ്മാ കുഞ്ഞൊന്ന് പാടിക്കേ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമര വെള്ളം തുഴയാൻ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമര വെള്ളം തുഴയാൻ. കരളിലുറങ്ങും കതിർ കാണാക്കിളി കാത്തിരിപ്പു നിന്നെ കാത്തിരിപ്പു നിന്നെ. അത് സന്തോഷത്തോടെ പാടുമ്പോ അത് വേറൊരു ഫീലാണ് മോളെ. വളരെ പോസിറ്റീവ്. സീരിയസ് ആയിപ്പോ അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ്, ലെറ്റ്സ് ഗോ ആൻഡ് ഫിനിഷ് അപ്പ് എന്ന് പറയുന്ന പോലെ ആവരുത്. എന്നിങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു സുഖം വേണ്ടേ? അപ്പം മോള് സന്തോഷമായിട്ട് പാടിയാൽ മതി. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഫീല് പറഞ്ഞു തരാൻ പറ്റിയ ഒരു വയസ്സല്ല മോക്ക്. മനസ്സിലായോ? മോള് കുഞ്ഞാണ്. അപ്പം മക്കളുടെ അടുത്ത് ആ സന്തോഷം എന്ന് പറഞ്ഞാൽ മതി. സന്തോഷമായിട്ട് പാടുമ്പോൾ കിട്ടേണ്ട ഒരു ഫീല് കിട്ടിക്കോളും. കേട്ടോ മോളെ? സർ, പക്ഷെ ഇതിലൊരു കുഴപ്പമുണ്ട്. എന്താ ക്വസ്റ്റ്യൻ മാർക്ക്? ഇതിപ്പം ഇല്ല, വയലാർ സാർ ഇതിൽ എഴുതിയിരിക്കുന്നത് വെച്ച് ഇതൊരു സങ്കടപ്പാട്ടാണ്. ആണോ? ശർക്കര അല്ല, ശർക്കര പന്തൽ. അവിടെ തേൻ മഴയും കൂടെ പൊഴിഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവിടെ നിൽക്കുന്ന ആളെ എമ്മാതിരി ഉറുമ്പായിരിക്കും. അപ്പൊ അങ്ങനെ നിന്ന് പാടുമ്പോ അവർക്ക് ഭയങ്കര വിഷമായിരിക്കും, പാടാൻ ബുദ്ധിമുട്ടാണ്. മക്കളെ ഉറുമ്പരിച്ചെന്നാ പറയുന്നത്. എനിക്കൊന്നേ അതൊരു പ്രേമ പരവശമല്ലേ സങ്കടത്തിനേക്കാളും. പക്ഷെ അവിടെ പഞ്ചസാര കൂടി കഴിഞ്ഞാൽ ഇപ്പൊ ഉറുമ്പ് അടിച്ചുള്ള പരവേശമാകും. മക്കളെ ഈ തമാശകൾ കേട്ടിട്ട് മക്കൾക്ക് എന്ത് തോന്നി? എന്നിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ഭാവമാറ്റെങ്കിലും ഒന്നുമില്ല. അവർക്ക് ചിരി വരിക. ഈ തമാശ കേട്ടിട്ടെങ്കിലും നിനക്കൊരു ചിരി വരുന്നോ? അതെങ്കിലും വേണം ഈ പാട്ട് പാടുമ്പോൾ. അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കും മക്കളെ. ഇത്ര കഷ്ടപ്പെട്ട് പറഞ്ഞല്ലേ, അഭിനയിച്ചെങ്കിലും ചിരിക്കും. ഒരിക്കൽ കൂടി ചിരിച്ചേ. മോളെ ഞാനൊരു തമാശ പറയട്ടെ, ചിരിക്കാവോ? ഒരാള് ഇറങ്ങി നടന്നു പോവാണ്. അപ്പൊ അയാളുടെ വീട്ടിന്റെ അടുത്ത് ഒരു സ്ത്രീ, അവര് ഭയങ്കര ജാടയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ അവരുടെ ഒരു പൂടെയുള്ള പൂച്ച കൊണ്ടിട്ട് അങ്ങ് കുളിപ്പിക്കുക. സർഫോ വിമ്മോ ഒക്കെ ഇട്ട് തേച്ചങ്ങ് കുളിപ്പിക്കുക. അപ്പൊ ഈ പോയ ആള് പറഞ്ഞ് അതിങ്ങനെ പൂച്ച ഇങ്ങനെ കുളിപ്പിക്കരുത്, അത് ചത്തുപോകും. അതിന് ഇത്ര ആവശ്യമില്ലല്ലോ. ഇത്രയും മുടിയുള്ള ഒരു പൂച്ച ചെറുതായിട്ടങ്ങനെ വന്നിട്ട് തട്ടി വെള്ളം ഒഴിച്ച് പിഴിഞ്ഞ് അത് ഉണക്കി എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ പോയിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഈ സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര കരച്ചില്. പൂച്ചനെ കാണാനല്ലേ? പൂച്ചയില്ലാതെ ഇവര് കരച്ചിലോട് കരച്ചില്. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി? പൂച്ച ചത്തു. എങ്ങനെ? ഭയങ്കര. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പൂച്ച ഇത്രയും കുളിപ്പിക്കരുത്, അത്രയും വെള്ളമൊക്കെ എൻ്റെ ചെവിയിലൊക്കെ കയറി ചത്തുപോകും. അപ്പൊ അവര് വെള്ളം ചെവി കയറി അല്ല ചത്തത്, പൂച്ച കുളിപ്പിച്ചു കഴിഞ്ഞ് അത് ഉണങ്ങാൻ ഞാൻ അതിനെ ഒന്ന് പിഴിഞ്ഞു. ചിരിക്കടി. ആരാ അത്? ഇവനാ? മക്കളെ ഈ മണ്ടത്തിനെ കേട്ടുപോലും നിനക്ക് ചിരി വന്നില്ല. ഐ എം റിയലി സോറി മോളെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മാർക്സ് കേൾക്കുമ്പോ ചിരി വരുമായിരിക്കും. 6.1. അതെ, 2.3. മഞ്ജരി ചേച്ചി, എന്തോ സർഗാത്മകമായി പാടിയോ? യെസ് നോ
അറിയില്ലേ? അതറിയണം. ജഡ്ജ്മെന്റ് പറഞ്ഞ് കേട്ട് കഴിഞ്ഞു. മോളെ ശരിക്ക് പറഞ്ഞാല് എത്ര ആൾക്കാര് മോളുടെ പാട്ട് നന്നായി അല്ലെങ്കിൽ നന്നായില്ല എന്ന് പറഞ്ഞാലും മോൾക്കൊരു അഭിപ്രായം ഉണ്ടാവണം. നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മളൊരു വേദിയിൽ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് നന്നായോ നന്നായില്ലയോ എന്ന് വേറൊരു വ്യക്തി പറയേണ്ട ആവശ്യമില്ല. അത് നന്നായോ നമുക്ക് അറിയണം, സ്വയം അറിഞ്ഞിരിക്കണം എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു മനുഷ്യനും ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റില്ല. അതൊരു പെർഫെക്റ്റ് സിംഗിങ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. അത് ഡിവൈൻ, അത് കംപ്ലീറ്റ്ലി ഡിവൈൻ ആണ്. മ്യൂസിക് എന്ന് പറയുന്നത് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കേ പാടാനുള്ള കഴിവ് കിട്ടുള്ളൂ. മോള് ധൈര്യമായിട്ട് പാടാം, നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു മാം. സുന്ദരിയായിട്ട്. പഴയ ജലജ എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഇല്ലേ, ആ ചേച്ചിയെ പോലെ ഉണ്ട് ചെറുതായിട്ട്, മുടിയൊക്കെ ഇങ്ങനെ വെച്ച് മറ്റേ കവല് റിങ് കമ്മലൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ട്. അറിയോ അതാരാന്ന്? ഇല്ല. മക്കളെ ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാൽ ജല 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 അത് അത് ജല ജല അല്ലല്ലോ, ലൊട 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 അല്ല, അതുണ്ട്. അങ്ങനെയും അതുണ്ട്. പക്ഷെ ജലജ വേറെ എവിടെയാ വരുന്നത്? അല്ല, അവിടത്തെ ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാൽ അതാണോ? അതാണ്. മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. എന്നാൽ ആ ജലജയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ജലജയുണ്ട് മോളെ. ഫിലിം ആക്ട്രസ് ആണ് അവര്. കൂട്ടുകാരി നമ്മുടെ കൊടിയേറ്റം ഇതിലൊക്കെ ജലജയാണ്. ഇഷ്ടം പോലെ പടങ്ങള്. സുന്ദരിയായ ഒരു ആക്ട്രസ് ആണ്. കണ്ടു നോക്കൂ. ഒരു മലയാളിത്തം ഉള്ള നടി. അതെ, കണ്ടു നോക്കൂ. അതുപോലെ ഉണ്ട് കാണാൻ ഈ ഒരു ഡ്രസ്സില്. പിന്നെ മോളെ ഭംഗിയായിട്ട് പാടി. പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കുറെ പേർക്ക് നല്ല ധൈര്യമുണ്ട്, നിങ്ങൾക്കൊക്കെ ധൈര്യമുണ്ട്. പക്ഷെ ഈ വേദിയിൽ വരുമ്പം എന്തോ അത് പാടാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടിൽ നിൽക്കുന്നുണ്ടാ. പാടാൻ പറ്റും, സൂപ്പറായിട്ട് പാടുകയും ചെയ്തു. ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നന്നായി പാടാം. ഇനി മത്സരം ടൈറ്റ് ആവാൻ പോവാണ്, കട്ടിയാവാൻ പോവാണ്. അപ്പൊ ഇതാ ഒന്നിനൊന്ന് മെച്ചായിട്ട് പാടണം കേട്ടോ. അപ്പൊ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്താലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. അൽഫോൻസ് സർ. സർഗമോളെ, എന്തോ മോളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മോള് നന്നായി പാടി അല്ലേ? അങ്ങനെയല്ലേ? മനസ്സിലൊരു തോട്ടില്ലേ? എനിക്ക് അറിയാവുന്ന പോലെ നന്നായിട്ട് പാടി. അപ്പോൾ എനിക്കും അത് തന്നെയാണ് തോന്നിയത്. മോളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മോള് നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു, പക്ഷെ പാടി. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ മോളോട് മാത്രമല്ല എല്ലാവരോടായിട്ട്, എല്ലാ സിംഗേഴ്സിനോടും കൂടിയിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒരു പാട്ട് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സോങ്ങിൻ്റെ വരികളുടെ ഇന്നർ മീനിങ് എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാൽ മതി എന്താണ് ഇത് വരുന്നതെന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് പാട്ട് കേൾക്കാൻ തുടങ്ങുക. അപ്പോൾ അത് ആ ഒരു ചിന്ത വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സിംഗർ എങ്ങനെയാണ് ആ ഇമോഷനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരിക്കണം, ഓരോ വരികളിലും എങ്ങനെയാണ്, ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇമോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം പഠിക്കും, നോട്ട്സ് പഠിക്കും, സംഗതികൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ മാത്രം നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ഒരു അന്തസത്ത ഉണ്ടല്ലോ, ഒരു സോള്, അത് നമ്മൾ മിസ് ഔട്ടായി പോകും. അപ്പോൾ എന്ത് പറ്റും, നമ്മളിവിടെ വന്ന് പാടുമ്പോൾ ഞാനെല്ലാം പാടിയല്ലോ, കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും പാടിയല്ലോ. അപ്പം നമ്മളുടെ ആ ഫ്രെയിം വർക്ക് നമ്മൾ പൊളിച്ച് പുതിയതാക്കണം. എന്നാലേ ഉള്ളൂ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ചേഞ്ച് ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചേട്ടനും മഞ്ജരി മാമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ മോളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പെർഫെക്ഷനിൽ പാടിയെന്ന് തന്നെയാണ് എനിക്കും തോന്നിയത്. പക്ഷേ ആ പെർഫെക്ഷൻ പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് നന്നായിട്ട് ചെയ്യുക കേട്ടോ. ബാക്കി എല്ലാം കോസ്റ്റ്യൂമും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. ഓക്കെ, ശരത് സർ. യെസ് ബോസ്. സർഗമോളുടെ മാർക്ക്. സർഗമോൾക്ക് സാർ ഇനി മോള് ശരിയായിക്കൊള്ളണം കേട്ടോ. മകൾക്ക് ഞാൻ 8.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി സർഗമോൾക്ക് ശരിയാക്കും പ്രോമിസ് തരാമോ? പറ്റില്ല. അപ്പോൾ 8.6. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.1. ഓക്കേടാ. ജഡ്ജസ്. യെസ്.
പാട്ടുകൾ കേട്ട് കേട്ട് കേട്ടിരുന്ന് നമ്മളെല്ലാരും ഒരു കാര്യം മറന്നിരിക്കുന്നു. എന്താ അത്? നമ്മുടെ ഈ ഷെഡ്യൂളിലെ എല്ലാ പെർഫോമൻസസും കഴിഞ്ഞു. സൂപ്പർ 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 സിംഗിങ് എല്ലാരും അടിച്ചു അറിഞ്ഞതേ ഇല്ല. 3 അടിപൊളി റൗണ്ട്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള നമ്മുടെയൊക്കെ ഫേവറേറ്റ് സോങ്സ്. നമ്മളാരും റിയാലിറ്റി ഷോസിലൊന്നും പാടി കേൾക്കാത്ത കുറെ സോങ്സ്. അപ്പൊ നല്ലൊരു ഷെഡ്യൂൾ ആയിരുന്നു മൊത്തത്തിൽ. അടുത്തത് ക്വാർട്ടറിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. പക്ഷേ ആരൊക്കെ എന്നുള്ളത് നമുക്കറിയില്ല. എത്ര പേര് പോകും, 2 ആണോ 3 ആണോ 4 ആണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ദീർഘശ്വാസം എന്തിനാ? എലിമിനേഷൻ എപ്പിസോഡ്. അതിന്നും അങ്ങനെ പേടിപ്പിക്കല്ലേ? അത് കേൾക്കാതിരിക്കാനാണ് നമ്മുടെ ശ്വാസമൊക്കെ വിട്ടിരിക്കുന്നത്. ഞാൻ എല്ലാരും ഒന്ന് റിലാക്സ് ആക്കട്ടെ. റെഡിയാണോ? റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? എല്ലാരും എലിമിനേഷൻ ഒക്കെ വിട്, നമുക്കൊന്ന് ചിൽ ചെയ്യാം. ചിൽ ചെയ്യാം. ഒരു കൂട്ടം കാണിച്ചു തരാം. കാണൂ. ഡാൻസ് ആണോ? ഏതാണ് ആ ചുള്ളൻ? ഏതാണ് പോലൊരു പണി വരുന്നുണ്ടെന്ന് മനസ്സിലായില്ല. അസാധ്യ കേട്ടോ അൽഫോൺസേ. വണ്ടർഫുൾ വണ്ടർഫുൾ. ഷാഹുലേട്ടൻ ചെയ്ത സാധനം. ചക്ര ഇതുപോലൊരു പണി വരുന്നുണ്ടെന്ന് മനസ്സിലായില്ല. സൂപ്പർ. ഇതായിരുന്നല്ലേ ഏതിന്റെ ഇടയിൽ കൂടി ഇറങ്ങി പോവാൻ പറ്റും? എനിക്കൊരു കാര്യം അൽഫോൺസിന്റെ അടുത്ത് പറയാനുണ്ട്. പറഞ്ഞോ? അൽഫോൺസെ, നീ മ്യൂസിക് നിർത്തിയിട്ട് ഡാൻസ് ചെയ്യും. ഇല്ല, ഞാൻ ഇങ്ങനെ പ്രതികരിച്ചില്ല. ഞാൻ പറഞ്ഞു വല്ല കോമാളിത്തരം കാണിക്കാനായിരിക്കുന്നു. പക്ഷെ വണ്ടർഫുൾ. ഇങ്ങനെയൊക്കെയാണോ ഒഴിഞ്ഞു മാറാൻ പറ്റുക എന്നുള്ളത് മനസ്സിലായി. അല്ല, ഞാനേ എന്തായാലും ഒന്നും പറയുന്നില്ല. അപ്പൊ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് പോവാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. പിന്നെ ഞാനിവിടെ വെറുതെ ഇരിക്കല്ല. ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മളെ കളിപ്പിക്കും എന്ന് പറഞ്ഞാൽ കളിപ്പിച്ചിരിക്കും. ഇങ്ങോട്ട് എഴുന്നേറ്റ് വരൂ. യെസ് പ്ലീസ് അൽഫോൺസ് ഏട്ടാ, കം ഓൺ. ഇനിയുണ്ടോ? അതോടെ രക്ഷപ്പെട്ടില്ല. ചേട്ടനോട് വിളിക്കാം. പിന്നെ മൂന്ന് നോക്ക്. ഇതാണ് മൂൺ. വാക്ക് ചെയ്യൂ. വാ ശരത് സാർ, വെറുതെ ശരത് സാർ, ചേച്ചി വാ. ശരത് സാർ, 3 പേരും എനിക്ക് പുതിയ സ്റ്റെപ്പ് ഒന്നുമില്ല. അതാണ് അതൊക്കെ ഒന്ന് കാണിച്ച് കാണട്ടെ ഞങ്ങള്. അൽഫോൺസ് പാമ്പായി കാണണം. വണ്ടർഫുൾ വണ്ടർഫുൾ. എല്ലാവർക്കും കൂടെ കളിക്കാന്ന്. അല്ല, ഞങ്ങൾക്ക് ഇത് പറ്റില്ല കേട്ടോ. എലിമിനേഷൻ ബാക്കിയില്ല. എന്റെ ഒരു സ്റ്റെപ്പ് ശരിക്കൊരു സ്റ്റെപ്പ് കാണിച്ചു. എവിടെ അങ്ങനെ പോവാൻ നോക്കല്ലേ? ഇവിടെ 2 ഡാൻസേഴ്സ്, പാറു ആൻഡ് അൽഫോൺസ് ഏട്ടൻ. ഇതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. സിമ്പിൾ പറഞ്ഞു.
സാർ അടിപൊളി, സൂപ്പറായിരുന്നു, അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാരും ഒന്ന് ചില്ലായില്ലേ? ജഡ്ജസ് 3 പേരും ക്ഷീണിച്ചെന്നേ ഉള്ളു, ചില്ലായി. അപ്പൊ എന്തായാലും ചില്ലായ സ്ഥിതിക്ക് നമുക്കിനി എലിമിനേഷനിലേക്ക് കടക്കാം. വേറെ വഴിയില്ല. അപ്പൊ 3 ജഡ്ജസും സീറ്റിലേക്ക് ഇരിക്കുക, കുട്ടികളെല്ലാരും ഇവിടെ തന്നെ നിൽക്കുക. ഓക്കെ, താങ്ക് യു. അപ്പൊ സാധാരണ എലിമിനേഷന് മുന്നേ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത്തവണ പ്രീ ക്വാർട്ടർ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം, ക്വാർട്ടർ ഫൈനലിലേക്ക് കയറുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ശരത് സർ. ഹായ് പാറു. ചില്ലിംഗ് ഒക്കെ കഴിഞ്ഞു, അതിലൊരു സന്തോഷം. അതെ. പിന്നെ നമ്മൾ ഈ എന്താ പറയണ്ടേ, ഏതൊരു റിയാലിറ്റി ഷോയിലും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഗതിയാണ് സെലക്ഷൻ പ്രോസസ്സ്. കാര്യം ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടുപിടിക്കാനുള്ള ഒരു യജ്ഞത്തിലാണ്, അല്ലേ? അപ്പോൾ അത് പറ്റത്തില്ലല്ലോ. നിങ്ങളെല്ലാവരെയും കൂടെ നിർത്തി എല്ലാവരും കൂടെ കണ്ടുപിടിച്ചാൽ പ്രൈസും ഇല്ല, ഒന്നും ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ ഒരാളെ കണ്ടുപിടിക്കുക അത് വലിയ കഷ്ടപ്പെട്ട ജോലിയാണ് സത്യം പറഞ്ഞാൽ. കാര്യം എല്ലാവരും ഈക്വലി ടാലൻറ്റഡാണ്. പിന്നെ അവർക്ക് എന്താ പറയുക, ഒരു ചെറിയ 5 പൈസയുടെ ദൈവാധീന കുറവ് കൊണ്ടൊക്കെ എന്തെങ്കിലും തെറ്റ് പറ്റിയോ ഒക്കെ പോകുന്നത് കൊണ്ടുള്ള മാർക്കിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അല്ലാതെ ടാലൻറ്റ് വൈസ് എല്ലാവരും ഈക്വലാണ്, ഈ നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് നെഞ്ചത്തടിച്ച് കരയുക അങ്ങനെ ഒരു സീനേ ആവശ്യമില്ല മക്കളെ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്ന് കുറച്ചും കൂടെ കോൺസെൻട്രേഷനോടെ നമ്മൾ നേരെ നിന്ന് തമാശ കളിക്കാതിരുന്നെങ്കിൽ നമുക്ക് നിന്ന് പാടാമായിരുന്നു എന്നുള്ളത് എപ്പോഴും ഓർക്കണം എല്ലാവരും. അതേ ഉള്ളൂ. കാര്യം നിങ്ങൾക്ക് കഴിവും അതിൻ്റെ കൂടെ ഭാഗ്യവും ഉള്ളതുകൊണ്ടാണ് മക്കളെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് പുറയിൽ നമ്മുടെ ചാനലിൽ വരാത്ത എത്രയോ നല്ല കുട്ടികൾ വളരെ ഭംഗിയായിട്ട് പാടുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ഈ ഭാഗ്യത്തിന് ആ ഒരു തലയിലെടുത്ത് ചെറിയ തോതിലൊരു വര തെളിയാത്തത് കൊണ്ട് ഇവിടെ വരാൻ പറ്റാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളത് ഓർത്താൽ മതി. അപ്പോൾ ആ ഭാഗ്യം കിട്ടിയ പിള്ളേരാണ് നിങ്ങൾ. അപ്പം എല്ലാവരും കാണുന്നതിൽ കുറേ സന്തോഷം. പിന്നെ നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാൻ പാറു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളധികം വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. അതെ. അതിനു മുന്നേ ചേച്ചി. പാറുക്കുട്ടി, ഞാനിപ്പം സത്യത്തില് ഇവരുടെയൊക്കെ പെർഫോമൻസസ് ഇപ്പൊ 3 റൗണ്ടുകൾ വളരെ വ്യത്യസ്തമായ റൗണ്ടുകളിലാണ് ഓരോരുത്തരും പെർഫോം ചെയ്തത്. ശരിക്കും വേഴ്സറ്റാലിറ്റി തെളിയിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എല്ലാവർക്കും കിട്ടിയത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും കിട്ടുന്നത്. മാത്രമല്ല ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആദ്യത്തെ റിയാലിറ്റി ഷോ ആയിരുന്നു. അപ്പൊ അതിങ്ങനെ വീണ്ടും ജൂനിയേഴ്സ് കുട്ടികൾക്ക് വേണ്ടി നടത്തുമ്പോൾ ഈ കിട്ടുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ കുട്ടികൾക്ക്. അപ്പോൾ നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇനി ഇവിടുന്ന് മുന്നോട്ടുള്ള കുട്ടികൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ഇപ്പൊ പാടിയ പാട്ടുകളൊക്കെ ഇതൊക്കെ നിങ്ങൾക്കൊരു ലെസനാണ്, ഒരു പാഠമാണ്. ഒരുപാട് പേര് ഇവിടെ ഗസ്റ്റായിട്ട് വന്ന് നിങ്ങൾക്ക് ഓരോന്ന് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്, എങ്ങനെ പാടണം, ഇനി ഭാവിയിൽ എന്തൊക്കെ ചെയ്താൽ നല്ല ഒരു ഗായകനാവാം ഗായികയാവാം എന്നുള്ളത്. അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ എപ്പോഴും എടുത്തു വെക്കുക. ഇത് ജസ്റ്റ് പഠനമാണ്, ഇതൊരു തോൽവിയോ വിജയമോ ഒന്നുമല്ല. ഇത് മ്യൂസിക്കിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു ജേർണി മാത്രമാണ്, നിങ്ങളുടെ ഒരു യാത്രയാണ്, സംഗീത യാത്രയാണ്. അത് അങ്ങനെ മാത്രം കാണുക. ഓക്കെ. പിന്നെ ഫ്രണ്ട്സാണ് എല്ലാവരും, അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എന്നും ഉണ്ടാവും. ഓക്കെ. അപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നല്ലത് വരട്ടെ. സാർ, സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരാള്, അപ്പൊ ഇത് ഒരു പുതുമയായിരിക്കില്ല. അപ്പോ എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട ഡാൻസർ പറയട്ടെ. ഞാനിപ്പോ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ കേൾക്കുമായിരുന്നല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, എല്ലാവരും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളവരാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ അവർ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നല്ല ടാലൻറ്റഡ്, നന്നായി പാടുന്നവരാണ് എല്ലാവരും. ഈ ഒരു എലിമിനേഷൻ കഴിഞ്ഞ് നിങ്ങൾ ആരൊക്കെ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ പോകുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇതോടുകൂടി എല്ലാം അവസാനിച്ചിട്ടില്ല. ഇവിടുന്ന് കിട്ടിയ മുത്തുകളാണ് എല്ലാം. ഓരോ സജഷൻസും ശരത് സാറിൻ്റെ അടുത്തുനിന്നും ചേച്ചിയുടെ അടുത്തുനിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള വളരെ മുത്തുമണികളാണ് നിർദ്ദേശങ്ങളൊക്കെ. അത് അക്ഷരം പ്രതി എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതുവരെയും കിട്ടിയത് തന്നെ മതി നമുക്ക് നമ്മുടെ ലൈഫിൽ അടുത്തൊരു തലത്തിലേക്ക് വളർന്നു പോകുവാനായിട്ട്. എന്നിട്ട് ലക്ഷ്യം വെച്ച്, വലിയ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക. ഇത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. എല്ലാവർക്കും ആശംസകൾ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ ശരത് സർ, യെസ്, അപ്പൊ ഇനി ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. എപ്പോഴത്തെ പോലെ ടോപ്പ് 5 ആണ്. അതിനു മുമ്പ് വേറൊരു സംഗതിയും കൂടെ ഇത് ഇപ്രാവശ്യം. ഓക്കെ. നമുക്ക് ഗോൾഡൻ മൈക്ക് പ്രിവിലേജ് 2 പേർക്കുണ്ട്. മഹാഭാഗ്യം ചെയ്ത 2 കുഞ്ഞുങ്ങൾ. നിങ്ങൾ ഇവിടുന്ന് പോയിട്ട് നേരെ ഒരു ഭാഗ്യക്കുറി എടുക്കണം.
അതടിക്കുമ്പോൾ എനിക്ക് കൊണ്ട് തരികയും വേണം. അത് കരത്ര ഭാഗ്യമുണ്ട്. അതാരാന്നറിയാമല്ലോ, അമേയ. ഉഗ്രായിട്ട് പാടിയതാ. ദേവരാജ മാഷ് ഉണ്ടായിരുന്ന ഡെഫിനറ്റായിട്ട് അവിടെ വന്ന് മോക്കൊരു ഉമ്മ വന്നേനെ. സംഗതികളൊക്കെ വളരെ ഈസി ആയിട്ടാണ് മോള് ഹാൻഡിൽ ചെയ്തത്. ഞങ്ങളുടെ എല്ലാം കൂടെ സ്നേഹം നമുക്ക് വാരിക്കൊരിയും. മെബിൻ സംഗതിക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു നീ പാടി. മക്കളെ ജംഗ പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കഴിവിനോടൊപ്പം ഭാഗ്യം അത് വേണം. ആ ഭാഗ്യം കൊണ്ട് എത്രയോ പേര് നിൽക്കുന്നുണ്ട്, അത്രയും കഴിവില്ലാത്തവർ പോലും. അപ്പം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന അമേയ. അമേയ്ക്ക് ആ ഒരു ഒറ്റ പെർഫോമൻസിന് ഗോൾഡൻ മൈക്ക് അടിച്ചുകൊണ്ട് അമേയ രക്ഷപ്പെട്ടു. പക്ഷേ രണ്ടിനും മോക്ക് മാർക്ക് കുറവാണ്. ശരിയാക്കിക്കോണം കേട്ടോ. ഇതെന്തോ ദൈവം തുണച്ചു മോളെ. അപ്പോൾ ആ ഒരു ഗോൾഡൻ മൈക്ക് കൊണ്ടാണ് മോളിപ്പം രക്ഷപ്പെട്ടത്. അപ്പം അതാണ് പറഞ്ഞ ഒരു ഭാഗ്യം, ഒരു ദൈവകടാക്ഷം എന്ന് പറയുന്ന അതാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം. ഇതൊക്കെയാണ് നമുക്കിങ്ങനെ ആവശ്യമുള്ള സമയത്ത് നമ്മളെ സഹായിക്കാൻ എത്തും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു, മെബിനും. കേട്ടോ മോനെ? അപ്പോൾ രണ്ടുപേരെയും എന്താ പറയുക, ഗോൾഡൻ മൈക്ക് കിട്ടി. അതുമാത്രമല്ല, നിങ്ങൾ നല്ല പാട്ടുകാരാണ്. മോള് കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. മോളടുത്ത് ഞാനത് പറഞ്ഞു. മെബിൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നുണ്ട് മോൻ. കാര്യം മോൻ നല്ലൊരു ചെക്കനുമാണ് നീ, നല്ല പറഞ്ഞ അനുസരണയുള്ള. കാര്യം നിങ്ങളെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങളുടെ സ്വഭാവം എന്ന് വരെ എനിക്ക് കറക്റ്റായിട്ട് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മോനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എല്ലാ നന്മയും ഉണ്ടാവട്ടെ. അപ്പോൾ രണ്ട് ചക്കരകൾ അങ്ങോട്ട് ഓടിക്കും. കൺഗ്രാറ്റുലേഷൻസ് അമേയ ആൻഡ് മെബിൻ. പാറു, അപ്പം നമുക്കിനി ടോപ്പ് 5. അപ്പൊ ഞാനിങ്ങനെ എന്താ പറയുക, താഴേന്ന് വിളിക്കാം, അതായിരിക്കും നല്ലത്. അപ്പൊ 5th പൊസിഷൻ ബദ്രി. മന്മദൻ ബന്ദാനാ നമ്മ സംഗതി സൊന്നാനാ മന്മദൻ ബന്ദാനാ. ബദ്രി ഇപ്പം വന്ന് നിൽക്കുന്നത് ടോപ്പ് 5-ന്റെ ഏറ്റവും താഴെയാ. കഴിഞ്ഞ പ്രാവശ്യം എവിടെ ആയിരുന്നു? ഫസ്റ്റ്. അപ്പം ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ജീവിതത്തിലും. പക്ഷെ അത് ഉണ്ടാവാതെ നമ്മൾ മാക്സിമം നിന്നോണം കേട്ടോ. എന്തൊക്കെയാലും മോൻ ടോപ്പ് 5-ലുണ്ടല്ലോ, അതിൽ സന്തോഷം. താങ്ക് യു സർ. കേട്ടോ. അടുത്തത് നിവേദ്. ചക്കര. ഇവരൊക്കെ അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അതിൽ കുറേ സന്തോഷം. അത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ മക്കളെ കേട്ടോ. പിന്നെ അടുത്തത് അഭിനവ്. പിന്നെ അടുത്ത ഒരാളാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അത് ഗോൾഡൻ മൈക്ക് കിട്ടിയോണ്ട് അങ്ങോട്ട് ചാടിപ്പോയി. പിന്നെ ഫസ്റ്റ് പൊസിഷനിൽ ഹൈറ്റിൻ്റെ കാര്യത്തിലും ഇച്ചിരി അഹങ്കാരത്തിൻ്റെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു കുട്ടിയാണ് വൈഗാലക്ഷ്മി. ഓൾ ദി ബെസ്റ്റ് മക്കളെ. കുറെ സന്തോഷം കേട്ടോ. ഡേഞ്ചർ സോണിൽ നിന്ന ഒരാളാണ്. വെരി ഗുഡ്, ഭയങ്കര ഇംപ്രൂവ്മെന്റ്. റിയലി അപ്രീഷിയേറ്റ് മോളെ. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോ ടോപ്പ് 1 നിൽക്കുന്നത് വൈഗ, സെക്കൻഡ് മെബു, തേർഡ് അബി ആൻഡ് ഫോർത്ത് ഫീലേഷ് ആൻഡ് ഫിഫ്ത്ത് ബദ്രി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. ഓക്കെ ശരത് സർ, ഇനി ഡേഞ്ചർ സോണിൽ വന്നിട്ടുള്ള ഒരു 5 പേര്. യെസ്, അത് ഞാൻ ആദ്യം മുതൽ തന്നെ വായിക്കാം. പാർവണ. എന്താണ് മോളെ, പറഞ്ഞോ, എന്താണ് ഇപ്രാവശ്യം ഈ ഷെഡ്യൂളിൽ മോക്ക് പറ്റിയത്? എന്താണ്? കഴിഞ്ഞ ഷെഡ്യൂളിലും
ഡേഞ്ചർ സോണിലായിരുന്നില്ലേ? അതിവിടെ സ്ഥിരമാക്കാനാണോ ഐഡിയ? അപ്പൊ എന്താണ് മോക്ക് പറ്റിയത്? ഞാൻ ഈ ഷെഡ്യൂളിൽ എൻ്റെ ഫസ്റ്റ് 2 സോങ്സിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് സോങ്ങിന് എന്താ പറ്റിയെന്ന് അറിയില്ല, നാടകഗാനം. ശരി. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, മോള് കുറേയും കൂടെ നമ്മൾ പരിശ്രമിക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അപ്പോഴേ നമുക്ക് എങ്കിലല്ലേ മുകളിൽ എത്താൻ പറ്റും മോളെ, അല്ലേ? അപ്പം അതിനുള്ള ശ്രമം നടത്തുക കേട്ടോ. അടുത്തത് ധ്രുവ. മോക്കെന്താ പറ്റിയേ പറഞ്ഞു? ധ്രുവ, കഴിഞ്ഞ തവണ നല്ല മാർക്ക് ഉണ്ടായിരുന്നില്ലേ, എന്താ പറ്റിയ ഇത്തവണ? അറിയില്ല മക്കളെ, നമ്മൾ അറിയണോടാ എന്താണ് എവിടാണ് നമുക്ക് കുഴപ്പം പറ്റിയെന്ന്. അതിനുള്ള പ്രായമൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. മക്കളെ പറഞ്ഞ് എന്തായിരുന്നു ഈ ഒരു ഷെഡ്യൂളിന് മോക്ക് പറ്റിയത്? തവണ എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു, നല്ല വോയിസ് ഒക്കെ അടപ്പായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം കിട്ടിയുള്ളൂ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചിലർക്ക് ജലദോഷം ഉണ്ടെങ്കിൽ കുറേയും കൂടെ മനോഹരമായിട്ട് പാടാൻ പറ്റും, കുറേയും കൂടെ വോയിസ് കൺട്രോൾ കിട്ടും, മൂക്കടഞ്ഞിട്ടുണ്ടാവുന്നേ ഉള്ളൂ. പക്ഷെ മോളിവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്, ഈ അസുഖമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തൊക്കെ നീ എപ്പോഴും കുത്തിമറിയുന്നതാണ് ഞങ്ങൾ കാണുന്നത്. കുത്തിമറിഞ്ഞു കേട്ടോ, കുഞ്ഞുങ്ങളല്ലേ. പക്ഷെ മോളെ നമ്മുടെ ശരീരം നോക്കിക്കോണം. അതിന് ചുക്ക് കാപ്പി എന്തെങ്കിലും അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ മതി. അവർക്കൊക്കെ ഇങ്ങനെ ചില ചെപ്പടി വിദ്യകളൊക്കെ അറിയാം. പെട്ടെന്ന് നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്നതല്ലേ. പിന്നെ അത് നമുക്കുള്ളൊരു ചെറിയ രോഗം കുറേയും കൂടെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന വിധത്തിൽ നമ്മുടെ കയ്യിലിരിപ്പ് അങ്ങോട്ട് പോകരുത് കേട്ടോ. അപ്പോൾ അതിന് സൂക്ഷിക്കുക. കാര്യം ഇതൊന്നും എക്സ്ക്യൂസ് അല്ല മോളെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പറഞ്ഞു വിടേണ്ടി വരത്തില്ല. അപ്പോൾ കുഞ്ഞിന് ജലദോഷം ആയിരുന്നുകൊണ്ട് മോള് പോകണ്ട അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ പ്രേക്ഷകരെന്ത് വിചാരിക്കും? അപ്പോൾ അത് പറ്റത്തില്ല. നമുക്ക് ജെന്യൂനായിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിക്കോണം കേട്ടോ കുഞ്ഞെ. അടുത്തത് ശ്രീഹരി. പറ മോനെ. എനിക്ക് വോയിസ് ചേഞ്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കറക്റ്റ്. ഇപ്പോൾ അത് പറഞ്ഞത് നന്നായി മോനെ. കാരണം അതാണൊരു പ്രോബ്ലം നമുക്ക്. മോനൊന്നും തുറന്നും പാടാൻ പറ്റുന്നില്ല, എന്നാൽ നിൻ്റെ ഉള്ളിൽ സംഗീതം ഉണ്ട് താനും. നീ കിടന്ന് ബുദ്ധിമുട്ടും നമ്മൾ കാണുന്നുണ്ട്. അത് കുഴപ്പമില്ലടാ. കാര്യം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് പോയാലേ ഒരു ആണായിട്ട് ജനിച്ചു പോയില്ലേ, ഇപ്പോൾ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ലടാ, അതൊരു ഇഷ്യൂ അല്ല. പക്ഷെ മക്കൾക്ക് ഈ പ്രായത്തിൻ്റെ കുഴപ്പമില്ല. പക്ഷെ നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. പിന്നെ അതുമല്ല നല്ലൊരു ചക്കരയാണ്, സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അതിലൊരു സംശയവുമില്ല, നല്ല ചക്കനാണ്, ഉറപ്പാണ്. അതൊന്നും ഒരു കുടുംബത്തിനും നല്ലൊരു പയ്യനാണ് അവൻ. അതെല്ലാ വിധത്തിലും നല്ലതാണ്. അടുത്തത് ദിയ. മക്കളെ, ദിയേ, എന്താണ് മോക്ക് പറ്റിയത്? ലാസ്റ്റ് സോങ് ആയിരുന്നു മാർക്ക് പറഞ്ഞേ. അത് എന്തായിരുന്നു അങ്ങനെ? 3 പാട്ടിലും തൊണ്ട അടഞ്ഞു കിടക്കുകയാണ്. എന്ത് പറ്റി? എന്തെങ്കിലും മോക്ക് ചുമയോ അങ്ങനെ എന്തെങ്കിലും അടപ്പുണ്ടോ, പനിയുണ്ടോ? പനി ഉണ്ടായിരുന്നു, ഫുള്ള് മാറിയിട്ടില്ല. അപ്പോൾ തൊണ്ടയടപ്പായിരുന്നു മോക്ക് ഇപ്രാവശ്യത്തെ ശത്രു അല്ലേ? പക്ഷെ അതിനൊക്കെ മെഡിസിൻ എന്തെങ്കിലുമൊക്കെ കഴിച്ച കാര്യം നമുക്കൊരു 2-3 ദിവസം ഷൂട്ടിൽ അത് ആ സമയത്തൊക്കെ നമ്മൾ വളരെ പക്ക ആയിരിക്കണം മക്കളെ. കഴിച്ചിരുന്നു, മെഡിസിൻസ് ഒക്കെ കഴിച്ചു. കുഴപ്പമില്ല. അപ്പം അത് നമ്മുടെ എന്തോ ഒരു സമയക്കേടെന്ന് വിചാരിച്ചാൽ മതി. അതിന് വിഷമിക്കണ്ട മോള് കേട്ടോ. എന്നാലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക മോളിപ്പോൾ. നമ്മളിത് ആരാണ് ഔട്ടാവുന്നതെന്നൊന്നും അറിഞ്ഞൂടാ, എത്ര പേരാ പോകുന്നതെന്നും അറിഞ്ഞൂടാ. എങ്കിലും നമ്മുടെ പരിശ്രമം എപ്പോഴും തുടരണം മോളെ കേട്ടോ. ഓക്കേ സർ. അടുത്തത് അർജുൻ. അർജുനെ, മക്കളെ, എന്താണ് കുഞ്ഞിൻ്റെ ഈ നിന്റെ ഉള്ള കാര്യം ഞാൻ പറയട്ടെ. മേളി പാടുമ്പോൾ വെള്ളി വീഴുവോ, സൗണ്ട് ചേഞ്ച് ചെയ്യുന്നു, ഇപ്പൊ പൊട്ടിത്തെറിക്കുമോ എൻ്റെ ശബ്ദം എന്നുള്ള ഒരു ചിന്ത മോനെ വല്ലാണ്ട് വേവലാതിപ്പെടുത്തുന്നുണ്ട്. അതറിയാം മോനെ. അത്രയും ജ്ഞാനസ്ഥനാണ് നീ പാടുമ്പോഴേ. എന്ത് സുഖമാണ് കേൾക്കാൻ. എത്രയോ പാട്ടുകൾ നമ്മളെ പാടി ഞെട്ടിച്ചിട്ടുണ്ട് നീ. അപ്പോൾ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു വേവലാതി ഇപ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്നില്ല ശ്രീഹരി, അവനും അതേ കുഴപ്പമാണ്. പാടാൻ പറ്റുന്നില്ല, കാരണം റേഞ്ച് ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെയാണത്. ഇപ്പോൾ മോനാണെങ്കിൽ വെള്ളി വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ വെള്ളി വീഴുക. വെള്ളി വരെ ഇതല്ല, എന്നാലും നിനക്കത് സ്ട്രെയിനാണ് മോനെ പാടുന്നത്. അപ്പോൾ നമുക്ക് ഒരു ശബ്ദം മാറുന്ന ഒരവസ്ഥയിൽ പാടുക എന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്. അത് നമുക്ക് ഇതിനകത്ത് പെട്ടും പോയി നിങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് മോന് ഞാൻ കണ്ട കുഴപ്പം. ഞാൻ പറഞ്ഞ ശരിയാണോ? ശരിയാണ്. സത്യം. താങ്ക് യു.
ശരത് സാർ, സർഗ ആൻഡ് തീർത്ഥ അവരെ എന്ത് ചെയ്യാന്ന്? അവർക്ക് 2 അടി കൊടുത്താലോ? ചുമ്മാതെ. ഒരാൾക്കൊരു ധൈര്യമില്ല, ഒരാൾക്ക് കോൺഫിഡൻസും ഇല്ല. ഈ കൊച്ചു ധൈര്യമായിട്ട് വന്ന് പാടുവന്നെ മോളെ, അതോ ഇവിടെ വന്ന് മണമണാന്ന് നിൽക്കുവോ? അങ്ങനെ നിന്നാ മോളെ ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല മോളെ. പിന്നെ നീ പോയി കഴിയുമ്പോൾ അയ്യോ ആ കുഞ്ഞ് പോയല്ലോ, അവളെ മിസ് ചെയ്യുന്നു, നമുക്കൊരു മാനസികമായിട്ടൊരു വിഷമം കാണും. പക്ഷെ നഷ്ടം ആർക്കാണ്? മക്കൾക്ക് തന്നെയാണ്. അപ്പോൾ അത് ധൈര്യമായിട്ടിരിക്കണ്ടേ സർ? അത് മാത്രല്ല, ഇപ്പം 5 പേര് ലീസ്റ്റ് മാർക്സ് കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഈ സേഫ് ആയിരിക്കുന്ന 2 കുട്ടികള് നിങ്ങളുടെ ചെറിയ ഒരു ലക്കിലാണ് നിങ്ങൾ സേഫ് ആയിരിക്കുന്നത്. അതേ ഉള്ളൂ. അതിനേക്കാളും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ എന്തോ ഭാഗ്യത്തിനാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. ഇതില് ഏകദേശം അതിന്റെ അടുത്തുള്ള മാർക്ക് തന്നെയാണ്. മക്കളെ, എന്താന്ന് പറയുമ്പോ ഓരോ പാട്ടും നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള റിസൾട്ടാണ് തരിക, നമ്മുടെ വോയിസിനനുസരിച്ചിട്ടുള്ള. പിന്നെ അതൊക്കെ സോങ് സെലക്ഷനും കൂടെ അതിനകത്തൊരു ഭാഗമാണ്. അപ്പം നമ്മളത് വളരെ സൂക്ഷിച്ച് വേണം, സില്ലി ആയിട്ട് എടുക്കരുത്. കാര്യം ശരിയാണ്, പാട്ട് പഠിക്കുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര സീരിയസ് അഫയറാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മളെന്താണെങ്കിലും മ്യൂസിക് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടാണല്ലോ നമ്മൾ ഈ വേദിയിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ആ സീരിയസ്നെസ് നമ്മളിതിൻ്റെ അവസാനം വരെ കീപ്പ് ചെയ്താലേ ഉള്ളൂ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ 5 പേര് ഡേഞ്ചർ സോണും 2 പേര് കഷ്ടിച്ച് രക്ഷപ്പെട്ട് നിൽക്കുന്നവർ, നിങ്ങളോട് എല്ലാവരോടും കൂടെ പറയുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സന്തോഷമല്ല, ഇനിയും വർക്ക് ചെയ്യണം എന്നുള്ള ഹാർഡ് വർക്ക് വേണം എന്നുള്ളതിൻ്റെ ഒരു തിങ്കിങ് ആയിരിക്കണം. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട, കാരണം നിങ്ങൾ കുറച്ചുകൂടെ നന്നാക്കണം കേട്ടോ 2 പേരും. ഭാഗ്യമുണ്ട് നിങ്ങൾക്ക് 2 പേർക്കും. പിന്നെ എല്ലാ കുട്ടികളോടും ഞാൻ വേറൊരു കാര്യം പറയുകയാണ്, നിങ്ങൾ പാട്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പാട്ട് പഠിക്കുക. അത് കൃത്യമായിട്ടുള്ള സ്കാനിങ് ആയിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അപ്പോൾ നിങ്ങളിവിടെ ഒന്നും തെറ്റിക്കത്തില്ല. മറ്റേത് അപ്പോൾ എന്തോ ഒരെണ്ണം പഠിച്ചിട്ട് വന്ന് നിങ്ങളുടെ ഗ്രൂമേഴ്സ് നിങ്ങളുടെ തലയെ കയറിയിരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ അറിയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്, നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി കൃത്യമായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ ഇരുന്ന് കേട്ട് ആ പാട്ട് കൂടുതൽ കേട്ട് ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂമേഴ്സിനെ വിളിക്കുക, അവരെപ്പോഴും നിങ്ങൾക്ക് സഹായത്തിന് കൂടെ തന്നെ കാണും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, അത് എല്ലാവരുടെ അടുത്തും കൂടെ പറഞ്ഞതാണ്. പിന്നെ സർഗ മോളെ, 2 പേരും നിങ്ങളുടെ 2 പേരും ഇനി കലക്കിക്കോണം മോള്. ധൈര്യത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ കോൺഫിഡൻസ് വേണം മോളെ. ലാസ്റ്റ് പാട്ടൊക്കെ മോൾക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, ഏതാണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിന്നങ്ങ് പാടുക, അങ്ങനല്ല വേണ്ടേ കേട്ടോ. അപ്പം എന്തൊക്കെയാലും നിങ്ങൾക്കും അങ്ങോട്ട് പോയിരിക്കാം. കൺഗ്രാറ്റ്സ് മക്കളെ. ഇനി ഇതിൽ നിന്ന് നമ്മൾ എത്ര പേരെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? ഇതിൽ നിന്ന് നമുക്ക് ഒരാളെയും കൂടെ പാറുവ് നമുക്ക് സേഫ് ആക്കാം. അപ്പോൾ 4 പേര്. 4 പേരെ നിർത്തിയിട്ട് നമുക്ക് അതിൽ നിന്ന് 3 പേരെ നമുക്ക് തൽക്കാലം പറഞ്ഞു വിടാതെ നിർവാഹമില്ല. ആരാണിപ്പോൾ ഇതിൽ കുറച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന മാർക്കിൻ്റെ കാര്യത്തിൽ? മാർക്കിന് ഇപ്പം ഞാൻ വിളിച്ച ഓർഡർ വെച്ചിട്ട് നമുക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. ആദ്യം ആരെയാണ് വിളിച്ചത്? ഞാൻ പാർവണ. അപ്പോൾ പാർവണയാണ് മാർക്കിൻ്റെ കാര്യത്തിൽ കുറച്ച് മുകളിലുള്ളത്. പാർവണ ഇന്നാക്കണോ? ഇനി ഇവിടെ ഒന്ന് എക്സ്ക്യൂസ് പറയുമോ മോള്? വൃത്തിയായിട്ട് പാടുമോ? നല്ല പാട്ടുകാരിയാണ് നീ, അതിൽ ഒരു ഡൗട്ടും ഇല്ല കുഞ്ഞ്. അപ്പം അത് കൃത്യമായിട്ട് നമ്മുടെ തമാശ കളിച്ചങ്ങ് അതങ്ങ് കളയരുത്. സീരിയസ് ആയിട്ടിരിക്കുക മക്കളെ. ഞങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ റൂമിലൊക്കെ ചാടിക്കയറി വരും, എൻ്റെ തോളെ കയറുക, എന്നെ വലിച്ചുരുട്ടി നിലത്തിടുക, ഇതൊന്നും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത്ര നമ്മൾ ക്ലോസാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ അങ്ങ് ശരി, അത് നമുക്കറിയാവുന്ന കുഞ്ഞാണല്ലോ, എന്നെ ഇന്ന് വലിച്ചിട്ട കുഞ്ഞാണല്ലോ, നിനക്ക് ഇത്രയും മാർക്ക്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പാടുമ്പം നമ്മൾ അങ്ങനെ ആ രീതിയിലല്ലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാലും പാർവണയ്ക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. സീരിയസ് ആയിട്ടിരിക്കുക മക്കളെ. ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ ഈ 4 പേരാണ്. നിങ്ങൾ എല്ലാവരും ഈ 4 പേരും നല്ല കഴിവുള്ളവരാണ്.
നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കാണുന്നതിൽ വലിയ സന്തോഷമൊന്നും നമുക്കില്ല. പിന്നെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് വേറെ മാർഗമില്ല, നടത്തിയേ പറ്റത്തുള്ളൂ. കുഞ്ഞുങ്ങളാവുമ്പം വീണ്ടും ഒരുപാട് വിഷമമുണ്ട്. അത് നമുക്കെല്ലാം കാര്യം എൻ്റെ ഒരു തുറന്നുള്ള അഭിപ്രായം എല്ലാവർക്കും അത് തന്നെ ആയിരിക്കും. നമ്മൾ നിങ്ങളുമായിട്ട് ഇപ്പം എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലാണ് നിങ്ങൾ. അപ്പോൾ എനിക്ക് അതിൽ ആര് പോയാലും എനിക്ക് അതുപോലെ വിഷമമാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ അടുത്ത് തമാശ പറയുന്നത്, നമ്മൾ കളിക്കുന്നത്, എന്നെ പിടിച്ച് വലിക്കുന്നതും ഒക്കെ ഞാനത് അത്രയും രസിക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലാണ്. അതിലാർക്കും ഒരു ഇച്ചിരി സ്നേഹം കൂടുതൽ അങ്ങനെയൊന്നും, എല്ലാവരും ഒരുപോലാണ്. നമ്മളൊരു സീരിയസ് ഫേസ് അല്ല ഇപ്പോൾ ഇനിയിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ തുടങ്ങിയ പോലെ അല്ലല്ലോ. എന്ത് പാടിയാലും നമ്മളൊരു എന്താ പറയണ്ടത്, തട്ടിവിടാം, പൊയ്ക്കോ 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 എന്ന് പറയേണ്ട ഒരു അവസ്ഥ പോയി മക്കളെ. അപ്പൊ ഇതിനി ഫിനാലെ ആവും, നമ്മൾ ഉടനെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന് ജനങ്ങളുടെ ഇടയിൽ വലിയ വാല്യൂ ഉള്ള ഒരു ഷോ ആണ്. അപ്പൊ അതിന്റെ ഒരു ആ കളിച്ചിരി ഘട്ടം കഴിഞ്ഞു. എല്ലാവരും പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള നല്ല നല്ല പാട്ടുകളാണ് നിങ്ങളുടെ അടുത്തുനിന്ന്. അപ്പൊ നിങ്ങൾ ഈ ഉഴപ്പിനി പറ്റില്ല, അത് ഒട്ടും പറ്റത്തില്ല മക്കളെ. പിന്നെ നമുക്ക് ആകെ കൂടിയുള്ള സങ്കടം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുന്ന പോലെ അല്ല, കുഞ്ഞുങ്ങളെ പോകുമ്പോൾ അവർക്കത് അവരുടെ ഒരു അനുഭവമാണല്ലോ, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അതിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ അതുപോലെ ആ കൂട്ടുകെട്ട് വിടേണ്ടി വരുമ്പോൾ, പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു പോയാലും പരസ്പരം വിളിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അങ്ങനെയാണ് എപ്പോഴും നമ്മൾ വളരുക കേട്ടോ. അപ്പോൾ ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കണ്ട, ഇത് നമ്മുടെ പഠനത്തിന്റെ ഒരു ഫേസാണ്. ഇനി അടുത്ത ഫേസിലേക്ക് നമ്മൾ പോകുന്നു, അത്രയും വിചാരിച്ചാൽ മതി. വേറൊരു ഭാഗ്യം എന്താ, എത്രയോ കണ്ടസ്റ്റൻസ് കുട്ടികള് കിട്ടാത്ത അവസര, അവര് ഓഡിഷൻസിന് വന്നു, പിന്നെ പല പല റൗണ്ട്സിൽ എലിമിനേറ്റ് ആയ ആൾക്കാരില്ലേ. അപ്പൊ അതിനേക്കാൾ മുമ്പിൽ നിങ്ങൾ എത്തിയില്ലേ, ഇവിടെ വരെ എത്തി, പ്രീ ക്വാർട്ടർ വരെ എത്തി. അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം മോളെ. ഇതെന്ന് പറയുന്നത് സംഗീതമാണ് ജയിക്കുന്നത്, നമ്മൾ ആരുമല്ല. ആരാണോ ആ സംഗീതം നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്തത്, ആ സംഗീതം ജയിക്കും. ഓക്കേ ശരത് സർ. അപ്പൊ മക്കളെ, നമുക്ക് അധികം വലിച്ചു നീട്ടുണ്ടോ? അതെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പാറു ഒരു 2 പേരെയും കൂടെ നമ്മൾ അങ്ങ് ഇന്നാക്കാൻ പോവാണ്. രണ്ടുപേര് തൽക്കാലം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ കൂടെ കാണത്തില്ല. ഇവരെല്ലാവരും ഒരേ തട്ടിൽ ഒരേ ടാലൻ്റുള്ള പിള്ളേരാണ്. അതുകൊണ്ട് അതൊന്നും ഇതെടുത്ത് നെഞ്ചത്തേക്ക് എടുക്കണ്ട മക്കളെ. അതേ ഒരു പ്രോസസ്. നിങ്ങളൊക്കെ എത്രയോ റിയാലിറ്റി ഷോ കണ്ടിട്ടുണ്ട് അല്ലേ? അതിലൊക്കെ ഇങ്ങനെ കരഞ്ഞും പിടിച്ചുമൊക്കെ പണ്ടൊക്കെ, ഇപ്പം ഞാനൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് അയ്യോ എലിമിനേഷൻ എന്ന് പറഞ്ഞ് നാട്ടുകാരടക്കം ഇങ്ങനെ ഞെട്ടിയിരിക്കുന്നൊരവസ്ഥ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ കാര്യം അറിയാം, എല്ലാം അറിയാം. അത് വളരെ കൂളാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മത്സരത്തിൽ നിന്ന് പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ വിഷമമുണ്ടാകും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റത്തില്ലെന്നുള്ളതാണെന്നുള്ളത് വളരെ സത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്കല്ലാതെ ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെയോ നമുക്കതൊന്ന് അവിടെ കപ്പടിക്കാമായിരുന്നു, അതൊന്നും നിങ്ങൾക്ക് ഇഷ്യൂ അല്ല. ഫ്രണ്ട്ഷിപ്പ് ഇവിടെ വന്ന് തല കുത്തി മറിയണം, ആ മറിയാനുള്ള ചാൻസ് പോയല്ലോ എന്നുള്ള വിഷമമായിരിക്കും നിങ്ങൾ. കാര്യം നിങ്ങൾ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല കേട്ടോ. ഇതിൽ ഇന്നാകുന്നത് നമ്മുടെ ധ്രുവമോള് ചക്കര. ഇനി പനിയാണ്, ജലദോഷമാണ്, അമ്മ തലയിൽ എണ്ണ ഒഴിച്ചു വന്നു ഇവിടെ വന്ന് പറഞ്ഞ് എടുത്ത് എറിയും ഞങ്ങൾ കേട്ടാ. ധ്രുവ ഇനി വരരുത് കേട്ടാ ഡേഞ്ചറസ് സോണില്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാ, ഗ്രൂമേഴ്സ് പറയുന്ന കേൾക്ക. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാ ഇനി തൊട്ട്. ഓക്കെ, കുറച്ചുകൂടെ സീരിയസ് ആവണം. അതെ. ഓക്കെ. പിന്നെ ഒരാൾ പാടുമ്പോ ചുമ്മാ ഇങ്ങനെ കൈ തട്ടുകയും ചെയ്യരുത് കേട്ടല്ലോ. അപ്പൊ കൺഗ്രാറ്റ്സ് മോളെ. അടുത്തത് ഇനി ഒരാളും കൂടെ അത് വേറെ ആരുമല്ല, തൃശ്ശൂർക്കാരൻ. എന്നെ കളിയാക്കി അവൻ ഇന്നായി. എന്തൊക്കെയാടാ നീ പറഞ്ഞത്? എടാ നീ ഇപ്പൊ ലാസ്റ്റാണ് ഇങ്ങനെ നിക്കുന്നേ. ജസ്റ്റ് ഭാഗ്യം കൊണ്ടാണ് ഇപ്പൊ ശ്രീഹരി ഇന്നാവുന്നേ. മക്കളെ, ജസ്റ്റ് ദൈവാധീനം കൊണ്ട് നീ അകത്ത് കയറിയതാ. വളരെ തുച്ഛമായിട്ടുള്ള 0.2 മാർക്സിന്റെ വ്യത്യാസമേ ഉള്ളൂ.
എന്നാലും ആ ഒരു ഭാഗ്യമാണ്, അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഇനി നേരെ നിന്ന് പാടുവോ, അതോ ശബ്ദം മാറി ഞാൻ വലിയ ആണായെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് സീരിയസ് സീനാക്കുവോ? ആ, പേരുകളൊക്കെ കൃത്യമായി പഠിക്കുവോ? അങ്ങനെ ഓരോന്നാക്കിക്കൊണ്ടാണ് മറ്റേ ഏമ്പക്കം പോലെ പാടിയത് ആ പാട്ടിന്റെ ഇടയ്ക്ക്. തമാശ കളിക്കരുത്, ഇതൊരു സീരിയസ് വേദിയല്ല മോനെ. ഇനി പക്ക ആയിരിക്കുമല്ലോ. ആ, അത്ര അപ്പം മക്കളുമാരെ വളരെ സങ്കടമുണ്ട് ഈ രണ്ടുപേരെ കാണുമ്പോൾ. പക്ഷെ വേറെ മാർഗമില്ല മോനെ. ഇപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ രണ്ടുമാണ് മാർക്സിന്റെ കാര്യത്തിൽ കുറവ്. പക്ഷെ നിങ്ങളെക്കാൾ ഒരു 0.2 മാർക്സേ ഉള്ളൂ ശ്രീഹരിക്ക് മുകളിൽ. വെറും 0.2. അതൊരു വ്യത്യാസമേ അല്ല സത്യം പറഞ്ഞാൽ. പിന്നെ അതെന്തോ അതൊരു അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മൾ എന്താ പറയണ്ടേ പറഞ്ഞു വിട്ട് ബാക്കിയുള്ള ഒരാളെ തേടി കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ പിന്നെ അർജുനാണെങ്കിൽ അവൻ പറഞ്ഞു, അവനിപ്പോൾ അനുഭവിക്കുന്ന വേദന, ആ ഒരു വെള്ളി അടിക്കുമോ എന്നുള്ള പേടി. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാർ വെള്ളിക്ക് മാർക്ക് കുറയ്ക്കുമെന്ന്. അത്ര ഇന്നസെൻ്റ് ആണ് അവൻ. അതൊന്നും ചെയ്യത്തില്ല മക്കളെ. പക്ഷെ നീ അത്രയും കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് വേണ്ട നമുക്ക്. നീ ശബ്ദമൊക്കെ മാറി നീ എന്നെ ഒരു വലിയ ലെവലിലായി തകർക്ക്. സൂപ്പർ സ്റ്റാർ സീനിയറിൽ വരണം അല്ലേ? സീനിയറിൽ വന്ന് തകർക്ക്. ഞങ്ങളുടെ തലയുടെ മേളിൽ കൂടെ ചവിട്ടി കയറും. ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. അല്ല, അവൻ എല്ലാം കൊണ്ടും ഭയങ്കര ആക്റ്റീവ് ആണ്. ഫ്ലോറിൽ വന്നാ നന്നായി പെർഫോം ചെയ്ത് നന്നായി നല്ലൊരു ചക്കരയാണ് അവൻ. അവൻ എന്നെ കൊണ്ടുവരുന്നത് പിടിച്ചോണ്ട് വരുന്നതും ഒക്കെ നമ്മുടെ കൂടെ തന്നെ കുറെ ഇഷ്ടമാണ് നമുക്ക്. അർജുന ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അവൻ സുന്ദരനാണ് കാണാൻ. മോനെ കരഞ്ഞ ഫാൻസ് കൂടൂട്ടാ. പെൺകുട്ടികളൊക്കെ ഓടി വരും. ഫാൻസ് കൂടി നിനക്ക് പിന്നെ അവരെയൊക്കെ പറഞ്ഞിട്ട് വരും. മോനിപ്പോ ഏത് ക്ലാസ്സിലാണ്? ഏത് ക്ലാസ്സിലെ മോനിപ്പോ? 8ല്. അത്ര അല്ല, കുഞ്ഞാ നീ. ഒരു കുഴപ്പമില്ല മോനെ, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. മോൻ സുഖമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും. എപ്പോഴും സംഭവമാണോടാ ഇതെങ്ങനെയാണ്? ഇതെന്തോ ഇതിനൊന്നും ഒരു കാര്യമില്ല മക്കളെ. അതുപോലെ അത് തീയാൻ നോക്ക്. അവൾക്ക് ഒരു വിഷമവുമില്ല, അവള് ചിരിച്ച് സന്തോഷമായിട്ടിരിക്കും. അത്രേ ഉള്ളൂ. അത് വേണം, അങ്ങനെ വേണം മോളെ. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ എടുക്കണം. കാര്യം ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനൊരു കാര്യം പറയാം. എനിക്ക് എൻ്റെ അമ്മയും അച്ഛനേക്കാളും വലുതായിരുന്നു എൻ്റെ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ. കാരണം അമ്മയുടെ അമ്മയാണ് വളർത്തിയത്. അപ്പം ഞങ്ങൾ ചെന്നൈയിലല്ലേ, ചെന്നൈ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൽ സുബ്രഹ്മണ്യത്തിൻ്റെ കോൺസേർട്ട് കേൾക്കാൻ പോയി. അപ്പോൾ അത് അദ്ദേഹം വായിച്ച് തകർക്കുക. ഓൾറെഡി അദ്ദേഹം വായിച്ച ഒരു തീം കേട്ടപ്പോൾ ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ കാർ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ തീം ഇടല്ലേ മോനെ എന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന്. കൃത്യമായിട്ട് അദ്ദേഹം ആ തീം വായിച്ച ആ പ്രോഗ്രാമിൻ്റെ അവസാനം വായിച്ചപ്പോൾ എനിക്ക് പേജറായിരുന്നു വന്നു. പേജറിൽ മെസ്സേജ് വന്നു, അമ്മൂമ്മ മരിച്ചു. എൻ്റെ അമ്മ അടുത്ത് പറഞ്ഞാൽ അവിടെ തന്നെ വീണ് മരിക്കും. അപ്പം ഞാൻ ഇതൊന്നും പറയാതെ ഭാരതത്തിലെ മോഹൻലാലിൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, നമുക്ക് നാട്ടിലെന്ത് പോകണം അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് അമ്മയും എൻ്റെ ബ്രദറും സിസ്റ്ററുമായിട്ട് ഞങ്ങൾ അന്ന് തന്നെ രാത്രി ഡ്രൈവറിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു, എടാ അമ്മൂമ്മ പോയി. ഇതറിയാതെ ഞാൻ ചിരിച്ച് വരുന്ന വഴിക്ക് തമാശ പറഞ്ഞ് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ കൊല്ലം വരെ വരുമ്പോൾ അമ്മയ്ക്ക് ഞാൻ കുറച്ചായിട്ട് പറഞ്ഞു, അമ്മൂമ്മ ഇച്ചിരി സീരിയസ് ആണെന്ന്. അത് ആ ഒരു എന്തുമാത്രം കഷ്ടമായിരുന്നു അറിയാം മനസ്സിൽ. അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരും. നമ്മളതൊക്കെ തരണം ചെയ്യണം മുത്തേ, കേട്ടോ. എനിക്ക് തീയെ കണ്ട് കുറേ ഇഷ്ടം തോന്നും മോളെ. അത്ര അങ്ങനെ ഇരിക്കും. എല്ലാം എന്ത് വന്നാലും കട്ടയ്ക്ക് അങ്ങ് നിൽക്കി കേട്ടാ. ഇതൊന്നൊന്നുമല്ല, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്? നമുക്ക് ചെയ്യാൻ കുറെ ഉണ്ട് മക്കളെ കേട്ടാ. അടുത്ത റിയാലിറ്റി ഷോയില് നിങ്ങളെ കാണണം, അതാണ് അതിന്റെ ഒരു ഇത് കേട്ടോ. എടാ ഒരു കാര്യം അറിയോ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നിന്റെ പ്രായത്തില്, മോന്റെ പ്രായത്തില് കോമ്പറ്റീഷന് പാടാൻ പോയതാ. കഷ്ടപ്പെട്ട് പഠിച്ചിട്ടൊക്കെ പോയി പാടാൻ ചെന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം ഇറക്കി. 2-3 വരി കഴിയുമ്പോൾ വീണ്ടും വെള്ളം ഇറക്കി. അതങ്ങ് ഡ്രൈ ആയിട്ട് വെള്ളം ഇറങ്ങി പോയതാ. പക്ഷെ എന്താ അത് കാരണം, ആ ചെറിയൊരു പോയിന്റ് കാരണം കോമ്പറ്റീഷൻ അതിന് ഔട്ടായി അവിടുന്ന്. ഇതൊക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. പാടാത്തത് കൊണ്ടല്ല. ഇപ്പൊ മോൻ ഒരുപാട് നന്നായി പാടാത്തോണ്ടല്ല, മോൻ അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പത്തെ ഒരു സമയത്ത്. അതെ, മോന്റെ വോയിസിന് ആ റെസ്റ്റും ആവശ്യമുണ്ട്. പഠിക്കേണ്ട സമയമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ദിയയ്ക്കും വാജിനും സർട്ടിഫിക്കറ്റ് ആൻഡ് മൊമെന്റോ കൊടുക്കണം. അപ്പോ ജഡ്ജസ് എല്ലാവരും വന്ന സ്റ്റേജിൽ.
അപ്പോൾ ആദ്യം അർജുന സർട്ടിഫിക്കറ്റ് മഞ്ജരി ചേച്ചി. ഇനി ശരത് സാറിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ്. ജി ദിയയ്ക്ക് സർട്ടിഫിക്കറ്റ്. ഇനി സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ ദിയ ആൻഡ് അർജുൻ, ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലും കണ്ടിന്യൂ ചെയ്യാം, പഠനമൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ അൽഫോൻസ് സാർ പറഞ്ഞ പോലെ അടുത്ത സീനിയേഴ്സിന്റെ റിയാലിറ്റി ഷോയിൽ വരിക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. അതുപോലെ തന്നെ അൽഫോൻസ് സാർ പിള്ളേരുടെ കൂടെ സാറും പോവാ. ഡാൻസ് പെർഫോമൻസ് അത്ര പോരാ, അതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, അത് ഞാൻ ട്രെയിനിങ്ങിന് ഇരിക്കാൻ പോവാല്ലേ ശരത്തേന്റെ കൂടെ. പക്ഷെ സാർ ഒരുപാട് എൻജോയ് ചെയ്തു നമ്മള്. തീർച്ചയായിട്ടും ആ ഡാൻസ് ഒക്കെ ഭയങ്കര നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല സാർ ഇങ്ങനെ നമുക്ക് അത് ചെയ്ത് കാണിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു പണി എനിക്ക് തരുന്നു ഞാനും വിചാരിച്ചില്ല. എപ്പടി ഇருக்கு. ഓക്കെ സാർ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും സമയം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സീറ്റിലേക്ക് വരണം. ഓക്കെ, അപ്പോ 11 പേരായിട്ട് ഇനി നമ്മളുടെ യുദ്ധം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അടുത്ത ഷെഡ്യൂളിൽ ഈ ഒരു 11 കുട്ടികളായിട്ട് നമ്മളുടെ എപ്പിസോഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി എല്ലാ ഷെഡ്യൂളിലും എലിമിനേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു സീരിയസ്നെസ്സോട് കൂടി ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അടുത്ത ഷെഡ്യൂളിൽ പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പം അതുവരെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് വരാം. ഗുഡ് നൈറ്റ്.